നാട് മൊത്തം ലഹരിയും കൊലപാതകവും നടക്കുമ്പോൾ കനാലിലെ വെള്ളത്തിനായി കാത്തിരുന്ന് അവിടെ നിന്ന് ഫുഡടിച്ച് കേരളത്തിൽ ഹാപ്പിയായി ജീവിക്കുന്ന ഒരു ഏട്ടനും അനിയനും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സ്വന്തം അഭിലാഷ് പ്ലാവടിയിൽ അവരുടെ ഐഡിയുടെ പേരതാണ്. ഒരു ചേട്ടനും അനിയനുമാണ്. ഇപ്പോൾ ഏകദേശം 187K അടുത്ത് ഫോളോവേഴ്സ് ഇപ്പോൾ ആയിക്കഴിഞ്ഞവർക്ക്. അത്രയ്ക്ക് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് വീഡിയോ വെച്ച് മാത്രം നമ്മുടെ മനസ്സിലേക്ക് കയറിയ സഹോദരങ്ങളാണ് അവർ. ട്രോൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പേജിലാണ് ഈ ഒരു ട്രോൾ വന്നത്. ആ ഒരു ട്രോളാണ് ഞാനിപ്പോൾ റീഡ് ചെയ്തത്. സോ ഇവരെ പറ്റിയുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇവർ മാത്രമല്ല, വേറെ 2-3 ആൾക്കാരെയും കൂടെ ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സർപ്രൈസ് ആയിട്ടിരുന്നോട്ടെ. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഗൈസ് ഒരു സന്തോഷം. വീണ്ടും കനാലിൽ വെള്ളം വന്നു. പച്ചമാങ്ങ ഇന്ന് മേടിക്കാൻ പറ്റില്ല. സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വെള്ളമാണ് ഗൈസ്. ഞങ്ങള് ഒരുപാട് മാലിന്യങ്ങളൊക്കെയാണ്. അപ്പൊ അതെ അതെ എന്തൊക്കെ വേണ്ട. കുപ്പി കുറച്ചു മുമ്പ് ഒരു കുപ്പി ഒഴുകി വന്നായിരുന്നു. അതെ ഒരെണ്ണം കൂടെ ഒഴുകി വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് അതെ 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 അപ്പൊ ഞങ്ങൾക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അലക്ഷ്യമായി ഇങ്ങനെ ആർക്കേ പറയാൻ സമ്മതിക്കില്ലേ, മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക. കാരണം നമ്മൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക. ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ വേനൽക്കാലത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുക. മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ജീവിതം അടിച്ചു. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിൽ അവന്മാരെ ഒരു വൈബ് എന്ന് ആലോചിച്ചേ. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നുമില്ല. അവന്മാരെ കണ്ടന്റ് എന്ന് പറയുന്നത് ആ ഒരു കനാലും ആ ഒരു പ്രദേശമാണ്. അവിടെ ഇരുന്നിട്ട് ഫുഡ് അടിക്കുക. അവർ ഫുഡ് അടിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അവിടെ നിന്ന് ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്, വേറെ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ. സോ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് മാത്രമാണ് ഇവന്മാർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇവർ തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ വളരെ വിലപ്പെട്ട സാധനം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ച ഒരു സന്ദേശം കണ്ടില്ലേ, പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആ ഒരു കുപ്പി വന്നപ്പോൾ അവന് പെട്ടെന്ന് തോന്നിയൊരു തോട്ടാണ്. അതിലൂടെ അവൻ സമൂഹത്തിന് കൊടുക്കുന്ന തന്നെ വലിയൊരു ഇൻഫർമേഷനാണ്. അതേപോലെ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ഇവരുടെ ആ ഒരു പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. അത് നമുക്ക് ടൈം പോകുന്നതേ അറിയത്തില്ല. കാരണം ഈ ഒരു കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് മനസ്സ് മരവിച്ചിരിക്കുമ്പോൾ ഡെയിലി ഞാനിങ്ങനെ ജസ്റ്റ് ഈ ട്രോള് കണ്ടിട്ട് ഇവരുടെ പേജ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നുമില്ല, പക്ഷേ ആ ഒരു പേജ് കയറിപ്പോയത് ഇവന്മാരുടെ ആ ഒരു മൈൻഡ് സെറ്റ് കാരണം മാത്രമാണ്. കാരണം അത്രയും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് അവർ കുറച്ച് നേരമാണെങ്കിലും ആ ഒരു വീഡിയോ ചെയ്യുന്നത്. മോനെ അപ്പൊ നമ്മള് 100K അടിച്ചിരിക്കുകയാണ് ഗൈസ്. അതായത് 1 lakh ഫോളോവേഴ്സ്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ഒക്കെയാണ്. കേക്ക് കനാലിലാണ് ഗൈസ് സെലിബ്രേഷൻ ചെയ്യുന്നത്. അതെ അതെ കനാലില് വെള്ളമില്ലാതായി പോയി ഗൈസ്. അടിപൊളി ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. പിന്നെ ഈ കേക്ക് ഇത്രയും ഭംഗിയായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് നല്ല ടേസ്റ്റ് ആക്കി തന്ന പാലച്ചോട് വിജയ റെസ്റ്റോറന്റ് ബേക്കറിയിലുള്ള എല്ലാ പ്രവർത്തകർക്കും ഞങ്ങൾ 1000 നന്ദി അറിയിക്കുന്നു. അടിപൊളി കേക്കാണ്. അതെ അടിപൊളി കേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത്ര നാൾ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്കും ദൈവത്തിനും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ക്യാമറാമാനും 1000 നന്ദി അറിയിക്കുന്നു. അപ്പൊ ഓക്കെ ഒരു ഹാപ്പിനെസ് കണ്ടില്ലേ, കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവന്മാർ ഇവിടെ വരെ എത്തിയത്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന 2 സഹോദരങ്ങൾ അവന്മാർ അടിച്ചു കയറി വന്നതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ കേക്ക് മുറിക്കുമ്പോൾ അവന്മാരുടെ സന്തോഷം കണ്ടോ, അവന്മാർ ആ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കിട്ടുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് വേറെ ലെവലിൽ അവന്മാർ ഫീൽ ചെയ്യുകയാണ്. അവന്മാരുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ ഫോളോവേഴ്സിനും നന്ദി പറയുന്നുണ്ട്. കാരണം മലയാളികളാണ് ഈ ഒരു കുട്ടികളെ വളർത്തിയത്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നോക്കാതെ വേറെ ലെവലിലേക്ക് പിള്ളേർ കയറിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് അവർക്കിപ്പം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വലിയ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന്. മസ്താനിയൊക്കെ ഇല്ലേ, അവരൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ പിള്ളേർ നല്ലൊരു ലെവലിലേക്ക് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും ഏതൊരു ലെവലിലും എത്താനായിട്ട് പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു നമ്മുടെ കനാലിലെ പിള്ളേർ. ഒരിക്കലും കളിയാക്കി പറയല്ല, കാരണം അവന്മാരെ അങ്ങനെ പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ആ ഒരു ലൊക്കേഷനിൽ മാത്രം അവന്മാർ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന, എല്ലാം മറന്നുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അവന്മാർ പുറത്തിറങ്ങി വീഡിയോ ചെയ്താൽ ഇത്രയും ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൽ വന്ന വേറൊരു ട്രോളും കൂടെ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് വിഷമം വന്നു. സോ ആ ഒരു സംഭവം ഞാനൊന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഒരു ട്രോൾ ഞാനൊന്ന് റീഡ് ചെയ്യാം.
ഞങ്ങൾ ഇതുവരെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല, കുഴിമന്തി കഴിച്ചിട്ടില്ല, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. വീഡിയോയിലുള്ള പോലെ തന്നെ ആ ഒരു കനാലും ചുറ്റുപാടും തന്നെയാണ് ഇവരുടെ ലോകം. ആ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അവരൊരിക്കലും ഇതുപോലൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് കാണത്തില്ല ഇത്രയും ഗ്രോ ആവുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ലെവലോട്ട് എത്തുമെന്നോ. പക്ഷെ പെട്ടെന്നായിരുന്നു അവരുടെ ആ ഒരു വളർച്ച. ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. അവർ തോറ്റു കൊടുക്കാതെ അവർ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആളുകളുടെ ഇടയിലേക്ക് അത് എത്തി. പെട്ടെന്ന് തുടങ്ങിയവരൊന്നും അല്ല അവർ, കുറച്ച് ടൈമായി, നമ്മളിലേക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് സമയമായെന്ന് മാത്രം. സോ എന്തായാലും നിങ്ങൾ ഫ്യൂച്ചറിൽ വലിയൊരു സംഭവമായിട്ട് മാറും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്രോ ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബിജു ചെമ്മലമട്ടം, ഈ ഒരു ഐ ഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. 88.4K ഫോളോവേഴ്സാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. ആളും മോനോടെ ചേർന്നിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇവരുടെ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഗിമിക്കുകളൊന്നും ഇല്ലാതെ നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു തരുന്ന ഒരു പേജാണ് ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ്. സോ ആ ഒരു പേജിലെ ഒരു വീഡിയോയും കൂടെ ഞാനൊന്ന് കാണിക്കും. കൂട്ടുകാരെ, ഇത് സായാഹ്ന ഭക്ഷണത്തിലേക്ക് കൃത്യമായിട്ടുള്ള സ്വാഗതം. ഞങ്ങളുടെ സായാഹ്ന ഭക്ഷണം എന്താണെന്നറിയാവോ? ഇന്ന് ഞങ്ങളുടെ പയറ് കറി വെച്ച ചട്ടിയാണ്. നല്ല വെളിച്ചെണ്ണക്കകത്ത് പയറ് അതിനകത്തോട്ട് ഞങ്ങൾ ചോറ് ഇട്ടിട്ടുണ്ട്. അവനെ അങ്ങോട്ടൊന്ന് ഇറക്കണം. എന്റെ പൊന്നു കൂട്ടുകാരെ, എന്തൊരു സാധാന്നറിയാവോ അല്ലേ? അത് ഞങ്ങൾ അടുക്കളയിൽ ഇരുന്നാണ് ഇത് കഴിക്കുന്നത്. ഞങ്ങൾ മിക്ക ദിവസവും ഇതല്ലേ കഴിക്കുന്നത്. കഴിക്കുന്നുണ്ടോ ഇറക്കി നോക്കണം. അയ്യോ നോക്കി ഇതാണ് നമ്മുടെ നാടൻ വൈബ്. കേട്ടോ, ചട്ടിക്കത്തിട്ടോ ഇളക്കിയിട്ടുണ്ടോ, 2 സൈഡിൽ വടിച്ചങ്ങോട്ട് എടുക്കണം. അയ്യോ അടിപൊളി ചേട്ടന്മാരും ചേച്ചിമാരും ഇത് തന്നെയാണ് നാടൻ വൈബ്. കാരണം നല്ല ടേസ്റ്റാ. ചേട്ടന്മാരും ചേച്ചിമാരെ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഒരു സന്തോഷമാണ്, ഒരു നാടൻ വൈബാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ആസ്വദിക്കുന്നു. എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. പാ വേറെ പാപ്പച്ചൻ വേറെ, പാ വേറെ പാപ്പച്ചൻ വേറെ, എല്ലാം പോട്ടെ. അടിച്ചു പൊളിച്ച് നമുക്ക് ചോറുണ്ട. ഈ ചട്ടിക്കകത്തൊക്കെ ചോറ് വന്നിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി അത് സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളുടെ സബ്സ്ക്രൈബ് അല്ല ഞങ്ങളുടെ ഫോളോവേഴ്സ് എത്രയും 90 ആയി വരുന്നു. സന്തോഷം കിട്ടായിരുന്നു. നമുക്ക് 100 ആകുമ്പോൾ നമുക്ക് ഞങ്ങളെ കേക്ക് വാങ്ങിച്ച് മുറിച്ച് ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താലേ ചേട്ടന്മാരെ ചേച്ചിമാരെ ഞങ്ങൾക്ക് അത് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും നിങ്ങൾ മറക്കാതെ ചെയ്യണം ചേട്ടന്മാരെ. പോട്ടെ, അതെന്ത് കേട്ടെ, പാ വേറെ പാപ്പച്ചൻ വേറെ. അപ്പൊ ഞങ്ങൾ ഒന്ന് നല്ല ടീച്ച നല്ല ഫണ്ണായിരുന്നു വീഡിയോ കണ്ടു. സംസാരം ആ കൂട്ടുകാരെയുള്ള ആ ഒരു വിളിയിൽ തന്നെ ഒരുപാട് സ്നേഹമുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമ്പോ ഞങ്ങളെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് ചേട്ടന്മാരെ. കയ്യിലെടുക്കാൻ വേണ്ടി. പക്ഷെ ഇതിൽ അങ്ങനൊന്നും ഇല്ല. അവർ നാച്ചുറലായിട്ട് അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവരും കാണിക്കുന്നത്. വീട്ടിൽ ഫുഡ് കഴിക്കണം കണ്ടോ, അവർ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട്. ഇങ്ങനൊരു മകനെ കമ്പനിയായിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ഭാഗ്യം ചെയ്യണം. കാരണം നല്ല ബോണ്ടിങ് ഉള്ള ഒരു അച്ഛനും മകനുമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. അതേപോലെ തന്നെ അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്ന ആ ഒരു മകൻ, അവർ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാനും നല്ല രസമാണ്. റിജാസ് വ്ളോഗ്സ് ഇങ്ങനെയാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വരുന്നത്. ആ ഒരു ഐ ഡിയുടെ താഴെ എഴുതിയിട്ടുണ്ട് ജിങ്കിടി മാമൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 5 സെന്റ് പാറയുള്ള എന്നോട് ദയവ് ചെയ്ത് ഏലക്കയുടെ വില ചോദിക്കല്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏലക്ക നമുക്ക് കുറച്ചുള്ളൂ കേട്ടോ. അത് നമ്മൾ അന്നേരം സ്റ്റോറിൽ കൊടുത്ത് അന്നുള്ള കഞ്ഞി ആഹാരം അതൊക്കെ വാങ്ങുക. ഞാൻ വാങ്ങുന്ന ബിങ്കോ വാങ്ങും, പിന്നെ കേക്ക്, അച്ചപ്പം, അതൊക്കെ അച്ചപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്വന്തമായിട്ട് കിട്ടുന്ന അതും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏലക്കായുടെ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള വിവരം ലഭിക്കണമെങ്കിൽ ഇടുക്കിയിൽ എന്തോ സംഭവമുണ്ട്. ഇടുക്കി കാർഡമം ഓപ്ഷൻ ലൈവ് ടുഡേ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈവ് മാസിൻ്റെ ആണ്. മാസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഓരോ കമ്പനിയുടെയാണ്. അപ്പോൾ അതിൽ വിലകൾ കറക്റ്റായിട്ട് അറൗണ്ട് ഒരു അത് പറയുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റിലെ വില. നമ്മളോട് ചോദിക്കില്ല കേട്ടോ, നമുക്കറിയത്തില്ല കേട്ടോ. ഈ 5 സെന്റ് പാറയുള്ള എനിക്ക് എങ്ങനെ അറിയാതെ ഗൈ. ഇവൻ്റെ വീഡിയോ നല്ല ഫണ്ണാണ്. അവൻ സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസമാണ്. ബോറടിക്കത്തില്ല. നമുക്ക് ഇതുപോലെ ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആ ഒരു പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ
എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അവൻ പറയുന്ന ആ ഒരു സ്ലാങ്, അതുപോലെ അതിൽ ചില വേർഡ്സൊക്കെ യൂസ് ചെയ്യും, ചില ആൾക്കാരുടെ പേരൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നും. നിങ്ങൾ അവൻ്റെ ഓരോ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാം കാണിക്കാനായിട്ട് പറ്റില്ല, ബട്ട് കണ്ടെടുത്തോളം അടിപൊളിയാണ്. സമയം പോകാൻ വേണ്ടി ബെറ്ററായിട്ടുള്ളൊരു പേജാണ് പയ്യൻ്റെ. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്രയും വീഡിയോസ് കണ്ടതിൽ ഇവരെല്ലാവരും അവരുടെ ആ ഒരു ലൈഫ് ബെറ്ററാക്കാൻ വേണ്ടി, അവരുടെ ആ ഒരു കരിയർ ഡെവലപ്പാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ ഈ വെട്ടും കുത്തും കൊലപാതകവും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറുന്ന ഈ ഒരു ടൈപ്പുള്ള പിള്ളേരുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ലൈഫിലൊരു റോൾ മോഡലായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. ഇവരെ പോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം ആദ്യം കുറേ ആൾക്കാർ കളിയാക്കിയതാണ്. വിജയുടെ പേര് പറഞ്ഞ് കളിയാക്കി, ഇതുപോലെ ഇവന് വേറെ പണിയില്ല, എന്തിനും ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ കളിയാക്കി. പക്ഷേ അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്. എന്താണെന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം പുള്ളി സ്ട്രഗിൾ ചെയ്ത് അവൻ എന്താണോ നേടേണ്ടത് ആളുടെ ആ ഒരു എയിമിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. വിജയെ പോയി കണ്ടു, കുറേ നടന്നു, ഫോട്ടോ എടുത്തു. പുള്ളിക്ക് അതായിരുന്നു ലൈഫിലൊരു എയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു ബേസിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ഇട്ട് നൈസായിട്ട് കയറി പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നവനാണ്. ആദ്യമൊക്കെ കുറേ കുറ്റപ്പെടുത്തിയെങ്കിലും പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാം ആളുകളെ കാണുന്നതാണ്. ആദ്യം മലയാളികൾ പൊക്കിക്കൊണ്ട് വരും, പിന്നെ എടുത്ത് താഴെ ഇടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിലായിട്ടും ആയിട്ടില്ല. അവൻ്റെ ആയിട്ടുള്ള രീതിയിൽ ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഉണ്ണിക്കണ്ണ, നിനക്ക് ഉയരങ്ങളെത്താൻ പറ്റട്ടെ. അപ്പം ഇതുപോലുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ഈ കളിയാക്കലുകൾ കേട്ടിട്ട് വന്നതാണ്. പ്രത്യേകിച്ച് ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് വലിയ ടാലൻ്റ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള മുമ്പിലേക്ക് കൊണ്ട് എത്തിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് വലിയ രീതിയിൽ എഡിറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങി കളിക്കുക, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വരും. നിങ്ങൾ ജെന്യുവിൻ ആണെന്ന് നമ്മുടെ മലയാളികൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവരെ കണ്ടു പഠിക്കുക. അല്ലാതെ കണ്ടവൻ്റെ നെഞ്ചത്ത് പോയി കയറാനും MDMA അടിച്ച് അച്ഛൻ്റെ അമ്മയുടെ തലതല്ലി പൊളിക്കാതിരിക്കാനും ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുണ്ട്. കുറേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് സ്വയം പറയുന്നതാണ്. എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇവർ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ആരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല. കുറേ ആവശ്യമില്ലാത്ത ബെറ്റിംഗ് ആപ്പുകളും ഗാംബ്ലിങ്ങും ഒക്കെ ചെയ്തിട്ട് കുറേ ആൾക്കാരെ പൈസയൊക്കെ പോയി മുഞ്ചി കുത്തിയിരിക്കുന്ന അവസ്ഥയാണ്. സ്വയം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന വാണങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെയുള്ള പാവപ്പെട്ട പിള്ളേരെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന പിള്ളേരെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ കുറേ ആൾക്കാരെ ഫോളോ ചെയ്തിട്ട് അവരെ പുറകിന് പോയിട്ട് അവർ പറയും ഇവിടെ കൊണ്ട് കുറച്ച് പൈസ ഇട്, അവിടെ കൊണ്ട് കുറച്ച് പൈസ ഇട്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഈ ബെറ്റിംഗ് ആപ്പിനകത്ത് കൊണ്ട് കുറേ ഫണ്ടിട്ട്, ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കുറേ ചതിക്കുഴിയിൽ ചാടിക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. കേസ് എടുത്താലും ആ ഒരു കേസൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലെ നിയമം കൊണ്ട് നിലനിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഫോളോ ചെയ്യാതെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുക. സോ ഈ ഒരു പിള്ളേരെല്ലാം കയറി വരട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു റിയാക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബെറ്ററായിട്ട് തോന്നിയത്, എന്തൊക്കെ നന്നാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ആൾക്കാരിൽ ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻസ്പയർ ആയിട്ട് തോന്നിയത്, എന്ത് കാര്യമാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ചർച്ച ചെയ്യും. അതേപോലെ ടീസർ, ട്രെയിലർ റിയാക്ഷൻസ്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. മാക്സിമം മച്ചാന്മാരെ ഈ ഒരു വീഡിയോ കാണുന്നവർ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ചുമ്മാതെ കണ്ടിട്ട് പോകാതെ ഒന്ന് നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്, ഒന്ന് ഷെയർ ചെയ്തേക്ക്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.